ഹായ്. ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ, ഫാൻസിന്റെ ടിക്കറ്റ് വരെ എടുത്ത് കാത്തിരിക്കുന്ന സിനിമ കങ്കുവ. അതിനേക്കാൾ പ്രതീക്ഷയോടുകൂടെ കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോങ് ആണ് തലൈവനെ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. അതിന്റെ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. ഇതിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്ന സമയത്ത് അത് അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറെ ആൾക്കാർ റിയാക്ട് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒറിജിനലായിട്ട് മുഴുവൻ സാധനം ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇന്ന് ഇതിന്റെ ഒഫീഷ്യൽ സാധനം ഇറങ്ങും എന്നുള്ള ഉറപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും ഇപ്പൊ നമുക്ക് ഒറിജിനൽ സാധനം കിട്ടിയിട്ടുണ്ട്. 3 മിനിറ്റ് 22 സെക്കൻഡ് ദൈർഘ്യമുള്ള തലവനെ എന്ന് പറഞ്ഞ സോങ്ങിന്റെ ലിറിക്കൽ വീഡിയോ. ലെറ്റ്സ് വാച്ച്. റെഡി. Calm your mind with chakra-based meditation music. സരിഗമ കർവ. Sarigama Karwa Wellness. രാജകീയം. രാജകീയം. അത് കറക്റ്റ് ഓരോ വരിയിലും ഓരോ സെക്കൻഡിന്റെ ഒരു അംശത്തിലും അറിയാനുണ്ട്. അങ്ങനത്തെ ഒരു പാട്ട് ഈ തലവനെ എന്ന് പറഞ്ഞ സാധനം. ശരിക്കും നിങ്ങൾ ഹെഡ്സെറ്റ് ഫുള്ള് വെച്ച് കേൾക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു എന്റെ മോനെ, ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാവും. ഉറപ്പാണ്. നിങ്ങൾ വേണമെങ്കിൽ അടിവരായിട്ട് വെച്ചോളൂ. ഈ ഒരു സാധനം തിയേറ്ററിൽ കാണുമ്പോൾ ഈ ഒരു തലവനെ എന്ന് പറഞ്ഞ സോങ്ങും അതില് പുള്ളിന്റെ വരവും ആ കുതിരപ്പുറത്തിൽ സ്ലോ മോഷനിലെ വരവൊക്കെ എന്റെ മോനെ രോമാഞ്ചം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഈ ബാഹുബലി കാണുന്ന സമയത്ത് ബാഹുബലിയിൽ ഉണ്ടായിരുന്നു ശരിക്കും. അത് ബാഹുബലി എടുത്ത് പറയാൻ കാരണം അത്രയും ഈ രാജകീയത, റോയാലിറ്റി ഉണ്ടല്ലോ, കിങ്ലി പരിപാടി ഉണ്ടല്ലോ, അത് കറക്റ്റ് കിട്ടിയിട്ടുള്ളത് ഒരു സിനിമയാണ് ഈ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ. ഓരോ സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ട് മ്യൂസിക് ആണെങ്കിലും അത് തുടക്കത്തിൽ, അതായത് ബാഹുബലിയുടെ മകൻ അമരേന്ദ്രനല്ലേ എന്തായാലും ആദ്യമായിട്ട് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടല്ലോ, ആ വരുന്ന സമയത്തുള്ള മ്യൂസിക്കും, അതായത് അങ്ങനെ മുഖം മറച്ചിട്ട് ആ സാധനം ഇങ്ങനെ പോകുമ്പോ വരുന്നൊരു ബീറ്റും, എന്തായിരുന്നു അത്. അത് മാത്രല്ല, അത് ആ തുടക്കത്തിൽ ഒരു വൈഡ് ഷോട്ടിൽ ഇങ്ങനെ ആ മഹിഷ്മതി മാഹിഷ്മതി സാമ്രാജ്യം ആ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു വലുപ്പവും ആ ഒരു ശരിക്കും രാജകീയത നമുക്ക് ഫീൽ ചെയ്യും. അത്തരത്തിലുള്ളൊരു ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ തലവനെ എന്നുള്ള പോർഷനും അതുപോലെ ടും ടും ടുടുടും ടും ആ സാധനം, എന്താണ് അതൊക്കെ, വൻ സാധനം കേട്ടോ. ജസ്റ്റ് ഈ 2 ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു തിയേറ്ററിൽ ഉണ്ട്. അത് ഇവിടുത്തെ 2 തിയേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഫെയർലാൻഡ്, മറ്റൊന്ന് പൂക്കോട്ടം നമ്മുടെ പൂക്കോട്ടും പാടം ഗാലക്സി. രണ്ടിലും ഫെയർലാൻഡിലെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കരമാണ്, എന്നാലും രണ്ടിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വോയിസ് കിട്ടാറുണ്ട്. ചുറ്റും ഇങ്ങനെ ആ സാധനങ്ങളിൽ ഇങ്ങനെ ഈ മ്യൂസിക് വരുന്നത് എനിക്ക് വിഷ്വലി ഇങ്ങനെ കറക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇതിലെ ലിറിക്കിലാണെങ്കിലും കുറെ സ്റ്റിൽസ് വെച്ചിട്ടുണ്ടല്ലോ. ആ സ്റ്റിൽസിൽ ബാക്കിയൊക്കെ നമ്മൾ കുറെ എന്താ പറയാ, ട്രെയിലറിൽ കണ്ടിട്ടുള്ള കുറെ പോർഷൻസ് ഒക്കെ, ഈ കൈ ഇങ്ങനെ മുറിക്കുന്നത്, എൻ രക്തവും ഉൻ രക്തവും വെവ്വേറാന്ന് ചോദിക്കുന്ന സാധനം എനിക്കത് ഭയങ്കര ഇതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണത്. അതുകൊണ്ട് പിന്നെ എടുത്തു പറയണത്. അപ്പൊ അങ്ങനത്തെ കുറെ കട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിലും അതല്ലാതെ കുറെ സ്റ്റിൽസ് ഉണ്ട്. അതിൽ എത്ര ഭാവങ്ങളാണ് വന്നു പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു രാജകീയമായ ഭാവം വരുന്നുണ്ട്, ക്രോധം, ദേഷ്യം ഭയങ്കരമായിട്ട് കാണിക്കുന്ന സമയമുണ്ട്, ഗൗരവമുണ്ട്, അല്ലെങ്കിൽ വീരം കാണിക്കുന്നുണ്ട്. അതുപോലെ കണ്ണ് നിറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതായത് നിസ്സഹായാവസ്ഥ കാണിക്കുന്നുണ്ട്. ഏതോ ഒരു പെൺകുട്ടിയിൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ സിനിമയുടെ മെയിൻ, ഓഫ് കോഴ്സ് കങ്കോ എന്ന് പേരിട്ട് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ. എന്നാലും ഇവിടെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫ്രാൻസിസ് കുട്ടൻ വില്ലനാകാനാണ് 90% ചാൻസ്. ആദ്യം മുതലേ തോന്നുന്നുണ്ട്. ഇനി എന്തൊക്കെയാണെങ്കിലും വില്ലനാണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും കങ്കുവൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറില്ല, കങ്കുവലെ കങ്കുവൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ ക്യാരക്ടറിനെ വെച്ചിട്ടായിരിക്കും മുഴുവൻ പോകുന്നത്. അപ്പൊ അയാളുടെ ഇമോഷൻസ്, അയാൾക്ക് വന്ന നഷ്ടങ്ങൾ, അയാൾ എങ്ങനെ നേരിടുന്നു, അയാൾക്ക് എന്ത് പറ്റി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ടാവും. ആ സ്ഥലങ്ങളിൽ മുഴുവൻ ഈ കാണിക്കുന്നുണ്ടാവും നമുക്കൊക്കെ എല്ലാം അറിയാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരുപാട് രോമാഞ്ചമുള്ള വിഷ്വൽസും BGM-ഉം ഇതിൽ ഭയങ്കരമായിട്ട് കിട്ടും. BGM എന്ന് പറയുമ്പോൾ ഫുൾ എല്ലാം മൊത്തം DSP തന്നെയാണോ എനിക്ക് അറിയില്ല, ആണല്ലേ, മൊത്തം പുള്ളിക്കാരൻ തന്നെയാണല്ലേ. തലൈവനെ ലിറിക്കൽ വീഡിയോ നിശാനും ബോയിലും ദേവിശ്രീ പ്രസാദ്. മനുഷ്യ, നിങ്ങൾ ഇതിൽ യോളോ എന്ന് പറഞ്ഞ സോങ്ങിനെ കുറിച്ചും പറയണ്ട. ഞാനിത് അന്ന് പറയാൻ വിട്ടുപോയൊരു കാര്യം, അതായത് ഇന്റർനാഷണൽ ഫീൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഹോളിവുഡ് അത്തരത്തിലുള്ള സോങ്ങിന്റെയും ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ആ യോളോ എന്ന് പറഞ്ഞ സോങ്ങിൽ കുറേ സ്ഥലങ്ങളിൽ ആ ഒരു കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും ആ സമയത്തുള്ള ബീറ്റ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ പ്രസന്റ് ദ പൾസേറ്റിംഗ് തലൈവനെ ഫ്രം കങ്കുവ. പിന്നെ സോങ് ക്രെഡിറ്റ്സ് സിംഗേഴ്സ് മെയില്
അരവിന്ദ് ശ്രീനിവാസ്, ദീപക് ബ്ലൂ, ശെമ്പകരാജ് അല്ലേ, ശെമ്പകരാജ്, നാരായണൻ രവിശങ്കർ, ഗോവിന്ദ് പ്രസാദ്, ഷിബി ശ്രീനിവാസൻ, പ്രസന്ന ആദിശേഷ, അങ്ങനെ സായ് ശരൺ, വിക്രം പിറ്റി, അഭിജിത്ത് റാവു. ഫീമെയില് അപർണ ഹരികുമാർ, സുഷ്മിത നരസിംഹൻ, പവിത്ര ചാരി, ഓക്കെ, ലവിത ലോബോ, ദീപ്തി സുരേഷ്, ലത കൃഷ്ണ, പത്മജ ശ്രീനിവാസൻ. ലിറിക്സ് മദൻ കാർക്കി. ഈ മ്യൂസീഷ്യൻസ് ഇത് മൊത്തം വായിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. കീബോർഡ്സ് ചിന്ന ആൻഡ് രവികൃഷ്ണൻ, റിതം കല്യാൺ. ആൽബം മിക്സ്ഡ് ആൻഡ് മാസ്റ്റേർഡ് ബൈ ഉദയ് കുമാർ അറ്റ് DSP സ്റ്റുഡിയോ, ചെന്നൈ. ആൽബം റെക്കോർഡ് ബൈ ഉദയ് കുമാർ ആൻഡ് സുരേഷ് കുമാർ ടെഡ്ഡി. അസിസ്റ്റന്റ് സൗണ്ട് എഞ്ചിനീയർ ഗിരിസായി. വോക്കൽ സൂപ്പർവിഷൻ SP അഭിഷേക്. ഓർക്കസ്ട്ര ഇൻചാർജ് V മുരുകൻ. സ്റ്റുഡിയോ അസിസ്റ്റന്റ് പുകളേന്തി ഭരത് ആൻഡ് ദിനകരൻ. ആൽബം കോർഡിനേറ്റർ B മണികണ്ഠൻ. ഇത്രയും ആളുകളുടെ പേര് പറയാതിരിക്കാൻ വയ്യ. ആൻഡ് മ്യൂസിക് റോക്ക് സ്റ്റാർ ദേവ് ശ്രീ പ്രസാദ്. മോനെ, ഒരു 1.5 പൊളി പൊളിക്കും ഈ സിനിമയിൽ എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല മിസ്റ്റർ DSP. ഇത് പോലം സാധനമാണ്. എന്താണോ ഇത്തരത്തിൽ നിന്നുള്ള സിനിമകൾ, നമുക്ക് അറിയാലോ ഇത് എത്രമാത്രം വലിയ സിനിമയായിട്ടാണ് വരുന്നത് എന്നുള്ളത്. വലിയൊരു സിനിമയായിട്ടാണ് ഈ സംഗതി വരുന്നത്. ഇതിന്റെ സ്കെയിൽ എത്രമാത്രം വലുതാന്ന് നമുക്കുള്ള ഇതിന്റെ പല വിഷ്വൽസ് നിന്നും ഇതിന്റെ ആളുകൾ പറയുന്നതിൽ നിന്നും മറ്റുള്ള ട്രെയിലറിന്നും ഇതിന്റെ ഗ്ലിംസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് വലിയൊരു പരിപാടിയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ സൂര്യ അടക്കം ഇതിന്റെ ഓഡിയോ ലോഞ്ചിൽ പറയാണ് ഈ തമിഴ് സിനിമയെ മറ്റൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ട് വെക്കാനുള്ള എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ അതിന് പകരം വെക്കാവുന്ന സാധനം തന്നിട്ടുണ്ടാവും. ആൻഡ് നെവർ സീൻ ബിഫോർ സീൻസുകൾ ഇതിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അപ്പൊ അത്രയും കോൺഫിഡൻസിൽ പറയുന്നത് നമുക്കറിയാം ഇത് വലിയൊരു പരിപാടി നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ വലിയ പരിപാടി ഉണ്ടല്ലോ, ഒരു വലിപ്പം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജകീയമായിട്ടുള്ള പരിപാടി, അല്ലെങ്കിൽ എപ്പിക് എന്നുള്ള സാധനം, അത് കറക്റ്റ് വേണം, അതായിരിക്കും എപ്പിക്. ആ ബ്രഹ്മാണ്ഡത കാണിക്കുന്ന രീതിയിലുള്ള സോങ് തന്നെയാണ് ഈ തലൈവനെ എന്ന് പറഞ്ഞ സോങ്. പക്ക സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എത്ര പറഞ്ഞാലും മതിയാവില്ല, പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ പാട്ടിൽ.